ഈ ചാണക സംഖ്യകൾ പറയുന്നത് പോലെയല്ല. അതിനൊക്കെ മറുപടി പറഞ്ഞാൽ കുറച്ച് അധികമാവും. ഇത് പ്രശ്നമാവും. അല്ല, മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന ആവശ്യത്തെ നിങ്ങൾ പറയുന്നുണ്ട് എതിർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഒരു എതിർപ്പിന്റെ സ്വരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുന്നില്ല കേട്ടോ. എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തളരില്ല ഞാൻ. ജനസംഖ്യാ വർധനവാണോ അല്ല അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവാണോ നിങ്ങൾ ഉന്നയിക്കുന്ന എതിർപ്പ്? അത് ഉത്തരം പറ. അത് തന്നെയാണ്. ഞാനതിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. 1971 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ആകെ ജനസംഖ്യ 18,56,000 ആയിരുന്നത് 2025 കണക്കനുസരിച്ചുകൊണ്ട് 47 ലക്ഷമായി മാറി. ഇങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ല മുറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും മലപ്പുറം ജില്ല വിഭജിക്കണമല്ലോ. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. എന്തൊരാളുകളാ ഭഗവാനെ. ഈ രാജ്യത്തെ ഒരു ജനസംഖ്യാ നയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് മലപ്പുറം ജില്ലയിൽ മാത്രം എന്തേ ജനസംഖ്യ വർദ്ധിക്കുന്നു? അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇപ്പോഴും നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കുറേയേറെ പ്രസവങ്ങൾ വീട്ടിലാണ് നടക്കുന്നത്. ഈ മലപ്പുറം ജില്ലയെ വിഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോ? ഇത്തരത്തിലുള്ള വികസനത്തിന്റെ മാനദണ്ഡത്തിലല്ല മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഭൂമിശാസ്ത്രപരമായിട്ടുമല്ല, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അറിഞ്ഞില്ല. ഒരു കാലത്ത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിന്റെ ഭാഗമായിരുന്ന ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണ്. വികസനം കൃത്യമായ രീതിയിൽ വരും. റവന്യൂ വരുമാനം കൂടുകയോ അല്ലെങ്കിൽ കൃത്യമായ കേന്ദ്ര ഫണ്ട് ഉണ്ടാവുകയോ ചെയ്യാതെ മലപ്പുറം വികസിക്കില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ആ ഒരു നിർദ്ദേശമൊക്കെ അതൊന്നും ഈ സമയത്ത് അത് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് മാറി ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ അജണ്ടയായിരിക്കും മലബാറിനെ കേരളത്തിൽ നിന്ന് മുറിച്ചു മാറ്റുക എന്നുള്ളത്. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. നേരത്തെ സംസാരിച്ച അദ്ദേഹം വ്യാഖ്യാനിച്ചതുമൊക്കെ എവിടുന്ന് കിട്ടിയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പോ പുതുതായി അധികാരമേറ്റിട്ടുള്ള ശ്രീ വി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ ജില്ലകളും താലൂക്കുകളും പുനഃക്രമീകരിക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാൻ തീരുമാനിച്ചു എന്നതാണ് വാർത്ത. ഞാനങ്ങ് ഭയന്നുപോയി. ഇത്രയുള്ള കാര്യം ഈ ചാണക സംഖ്യകൾ പറയുന്നത് പോലെയല്ല. അതിനൊക്കെ മറുപടി പറഞ്ഞാൽ കുറച്ച് അധികമാവും. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാ, കേന്ദ്ര ഭരണപ്രദേശമാക്കാനൊക്കെ. അപ്പൊ നമുക്ക് കാണാം. അത് മാറ്റിവെക്ക് ചർച്ച. അവരുടെ ഉദ്ദേശം എന്താ നമുക്ക് വ്യക്തമാണ്. കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ഒരു ചർച്ചയെ വേണ്ട. കേരളത്തിൽ നിന്ന് മുറിച്ചു മാറ്റാനൊന്നും പറ്റുകയില്ല. അത് അജണ്ട വേറെ ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയെ വേണ്ട. ശരി, ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്ന് അറിയില്ല. ചങ്ങളിക്കിട്ടിരിക്കുക ഭ്രാന്താണെന്നാ തോന്നുന്നു. പറ്റി പറയാൻ താങ്കൾ ആരുമല്ല. നീയൊക്കെയാണ് ആ സ്വഭാവം കാണിക്കുന്നത്. കൈ വെച്ചിരുന്നാ മതി. അങ്ങനെ പറയരുത്. ശരി, ഷാജു അയാൾ ചർച്ചയുടെ തുടക്കത്തിലെ മര്യാദ കേട് പറഞ്ഞ പിന്നെന്താ പറയണ്ടേ? ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് സമാനമായി ജനസംഖ്യയുള്ള 7ഓളം സംസ്ഥാനങ്ങളുണ്ട്. ആസാം ഉണ്ട്, ഒറീസയുണ്ട്, പഞ്ചാബ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്. അങ്ങനെ 7 സംസ്ഥാനങ്ങൾ ഏകദേശം നമ്മൾ സമമാണ്. 7 സംസ്ഥാനങ്ങളിൽ 20ലധികം ജില്ലയുണ്ട്. ഞാൻ കൃത്യമായ ഡാറ്റ തരാം. ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം മലപ്പുറം വിഭജിക്കണമെന്നല്ല. പിന്നെ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തണ്ട. മലപ്പുറം വിഭജിക്കണമെങ്കിൽ മലപ്പുറം വിഭജിക്കും. നമ്മൾ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഇപ്പൊ താലൂക്കാണെങ്കിലും ജില്ലകളാണെങ്കിലും നമുക്കറിയാം മലപ്പുറത്ത് ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 45 ലക്ഷം ജനങ്ങളുണ്ട്. ജനസംഖ്യയും ഭൂവിസ്തൃതിയും രണ്ടും മാനദണ്ഡമാക്കി നമ്മൾ ജില്ലകളെ പുനഃക്രമീകരിക്കണം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. എല്ലാവർക്കും ഇതിന്റെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ഭരണപരമായ കാര്യങ്ങളോ ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ 45 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് എന്തെങ്കിലും ഒന്ന് അനുവദിച്ചാൽ 8 ലക്ഷം ജനങ്ങളുള്ള വയനാട്ടിനെ നിങ്ങൾ കൂട്ടിക്കെട്ടുകയാണ്. ഒരു ജില്ലക്ക് അധികം കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇടുക്കി ജില്ലയിൽ 10 ലക്ഷത്തോളം ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഭൂവിസ്തൃതിയിൽ 2ാമത്തെ ഏറ്റവും വലിപ്പമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. അത് ശരിയാ. അപ്പൊ അവിടെ
പിന്നെ അതേപോലെ വയനാട് 3 നിയോജക മണ്ഡലങ്ങളും 8 ലക്ഷത്തോളം ജനങ്ങളും മാത്രമേ ഉള്ളൂ. ഭൂവിസ്തൃതിയിലും മറ്റ് ജില്ലകളെക്കാൾ എത്രയോ കുറവാണ്. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. പക്ഷെ അവിടെ ജില്ലകളെ പുനഃക്രമീകരിക്കുമ്പോൾ അവിടെ ഭൂവിസ്തൃതിയുമായി ബന്ധപ്പെട്ട് പിന്നെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ രണ്ടും ഒരുപക്ഷെ കുറവായിരിക്കും. എന്നാൽ അവിടെ പുതിയൊരു ജില്ലയിലേക്ക് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ പിന്നെ അത് ഒഴിവാക്കാനോ കഴിയുന്ന സാഹചര്യമില്ല. ഏവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചതാണ്. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചവിട്ടി കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും. സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണകർത്താക്കളുടെ ബാധ്യതയാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ 10 ലക്ഷത്തിലധികം ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ഞാൻ മലപ്പുറത്തുനിന്ന് വരിക. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സംഗതി എന്തായാലും ശരി, നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും. ചില ആളുകൾ വളരെ മോശമായി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ മതേതരത്വവും സൗഹാർദ്ദത്തോടു കൂടിയും ഏറ്റവും സന്തോഷത്തോടുകയും ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും മലപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? മലപ്പുറത്തെങ്ങാനും ഒരു അധിക ജില്ല വരുമോ എന്നുള്ള ആശങ്കയിൽ നിങ്ങൾ ഈ സംവിധാനത്തെ എതിർത്തുകൊണ്ട് ഏതെങ്കിലും ഒരിക്കലും നടക്കാത്ത ഒരു മര്യാദ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ദുരുദ്ദേശത്തോടുള്ള താല്പര്യങ്ങൾ ഇതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് വിവാദങ്ങളാക്കി ഈ സംവിധാനത്തെ, ഈ നീക്കത്തെ എന്തെങ്കിലും വഴിമുടക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.